പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങൂ. നല്ല ചുവന്ന തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. മീര തന്റെ പച്ചക്കറികൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി വിറ്റുകൊണ്ടിരുന്നു. ദിവസവും ഗ്രാമം ചുറ്റിത്തിരിയുമ്പോൾ അവൾ എപ്പോഴും ഒരു മനോഹരമായ പച്ചക്കറിത്തോട്ടം കാണാറുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ പച്ചക്കറിത്തോട്ടം കണ്ടുകൊണ്ടേയിരിക്കുന്നു. മീര ആ പച്ചക്കറിത്തോട്ടം വാങ്ങാനായി ആഗ്രഹിച്ചു. ആ സ്ഥലത്ത് അവൾ തന്നെ സ്വയം പച്ചക്കറികൾ നടാനായി ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ സാഹചര്യങ്ങൾ അവളെ അതിന് അനുവദിച്ചില്ല. മീരയ്ക്ക് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. അവനെ നന്നായി വളർത്തേണ്ട ഉത്തരവാദിത്തം മീരയുടേതായിരുന്നു. എന്തെന്നാൽ മീരയുടെ ഭർത്താവ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിരുന്നു. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നോ? പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങിക്കോളൂ. ചുവന്ന തുടുത്ത തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് നെയ് വിൽക്കുന്ന വിമല വന്നത്. എങ്ങനെയുണ്ട് മീര? നിനക്ക് സുഖമല്ലേ? ഞാൻ സുഖായിരിക്കുന്നു. നീ പറയൂ, നിനക്കെങ്ങനെയുണ്ട്? എനിക്ക് സുഖമാണ്. നിനക്കൊരു കാര്യം അറിയോ? ആ പച്ചക്കറിത്തോട്ടം വച്ചിരിക്കുന്നയാൾ ആ തോട്ടം വിൽക്കാത്രേ. എന്റെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആ തോട്ടം വാങ്ങിയേനെ. നിനക്കറിയോ? മീരയ്ക്ക് ആ തോട്ടം വളരെ വളരെ ഇഷ്ടമായിരുന്നു. ഇത് കേട്ട ഉടനെ മീര ആ തോട്ടക്കാരനെ കാണാനായി പോയി. ഇത് നോക്ക്, നിങ്ങൾ ഈ തോട്ടം വിൽക്കാൻ പോകുകയാണെന്ന് ഞാൻ കേട്ടല്ലോ. ആ, പ്രായം കൂടിയത് കാരണം എനിക്കിപ്പോ ഒട്ടും വയ്യ. എനിക്കിതൊന്നും നോക്കി നടത്താനുള്ള ശക്തി ഒട്ടുമില്ല. അതുകൊണ്ടാ ഞാനിതൊക്കെ വിൽക്കുന്നത്. നിനക്ക് ഇതൊക്കെ മേടിക്കാനുള്ള താല്പര്യമുണ്ടോ? അതെ, അത് സത്യമാണ്. എന്നാൽ വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ശരി, ഇതിന്റെ വില എത്രയാണെന്ന് പറയൂ. എനിക്കിതിന് ഒരു 500 നാണയങ്ങൾ വേണം. എന്റെ ദൈവമേ, എന്റെ അടുത്ത് 200 കാശ് മാത്രമേ ഉള്ളൂ. 200 നാണയങ്ങൾ ഒരുപാട് കുറവാണ്. 400 നാണയങ്ങൾക്ക് കുറവായി ഞാനിത് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ആ 200 കാശ് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അടുത്ത 4 മാസം ഓരോരോ മാസവും 50 കാശ് നിങ്ങൾക്ക് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ടം എനിക്ക് തരാനായി കഴിയുമോ? ആ തോട്ടക്കാരൻ ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ ശരി, അടുത്ത 4 മാസങ്ങൾ നീ എനിക്ക് 50 നാണയങ്ങൾ വീതം തന്നു തീർക്കണം. മീരയ്ക്ക് വളരെയധികം സന്തോഷമായി. എന്തെന്നാൽ അവൾ ആഗ്രഹിച്ചിരുന്ന ആ തോട്ടം അവൾക്ക് കിട്ടാൻ പോവുകയാണ്. അതിനുശേഷം മീര വളരെയധികം പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ ദിവസവും ഒരുപാട് പച്ചക്കറികൾ വാങ്ങി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ഒരുപാട് പൈസ കിട്ടാനും തുടങ്ങി. ദിവസവും മീര കുറച്ച് കുറച്ച് പൈസ മാറ്റിവെച്ചു. പിന്നീട് വൈകുന്നേരങ്ങളിൽ പൂ അതുപോലെയുള്ള സാധനങ്ങളും വിൽക്കാൻ തുടങ്ങി. 1 മാസത്തിനു ശേഷം മീര ആ തോട്ടക്കാരന്റെ അടുത്ത് പോയി 50 കാശ് കൊടുത്തു. മീരയ്ക്ക് വളരെ സന്തോഷമായി. മീര ദിവസവും ഇതുപോലെ പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ രാവിലെ പച്ചക്കറിയും വൈകുന്നേരങ്ങളിൽ പൂവും പലഹാരവും വിൽക്കാൻ തുടങ്ങി. അങ്ങനെ മീര 4 മാസങ്ങൾക്കുള്ളിൽ തോട്ടക്കാരന് കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ കാശും കൊടുത്തു. ഒരുപാട് സന്തോഷമുണ്ട് മീര. ഇനി ഈ വസ്തുവെല്ലാം നിന്റേത് മാത്രമാണ്. ഇതിനെ നീ ഇനി നന്നായി നോക്കണം മീര. മീരയുടെ സ്വന്തമായി തോട്ടം വാങ്ങാനുള്ള ആഗ്രഹവും നിറവേറി. ഇപ്പോൾ മീര തന്റെ സ്വന്തം തോട്ടത്തിൽ പച്ചക്കറികൾ വിളയിക്കാനും തുടങ്ങി. മറ്റു പച്ചക്കറി വ്യാപാരികളെല്ലാം അവളുടെ കയ്യിൽ നിന്നും പച്ചക്കറികൾ വാങ്ങാൻ തുടങ്ങി. മീരയുടെ കഠിന പ്രയത്നം അവളുടെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു. അവളുടെ മകനും ഇപ്പോൾ നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മീരയുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ടാണ് പ്രയത്നിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിൽ ലീല എന്നൊരു പാൽക്കാരി ഉണ്ടായിരുന്നു. ലീലയുടെ പക്കൽ 2 പശുക്കൾ ഉണ്ടായിരുന്നു. ദിവസവും അവൾ അവരുടെ പാല് കറക്കും. പാല് കറന്ന ശേഷം
അവൾ ഗ്രാമത്തിൽ എല്ലായിടവും ചേർന്ന് പാല് വിതരണം ചെയ്യും. ലീലയ്ക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, മീന. അവൾ വിവാഹം കഴിച്ചത് ധനികനായ ഒരു വ്യാപാരിയായിരുന്നു. ലീല ഗ്രാമത്തിലേക്ക് പോകുമ്പോഴെല്ലാം അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്ന് കുശല അന്വേഷണങ്ങൾ നടത്തും. ഒരു ദിവസം ലീല കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ചെന്നു. മീന, മീന, വരുന്നു ലീലേ. എന്താ കാര്യം? ഇന്ന് നീ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ. ലീലേ, ഇന്ന് എന്റെ ഭർത്താവിന്റെ ചില കൂട്ടുകാർ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതെയോ? ഈ പുതിയ നെക്ലസോ? അതോ, അദ്ദേഹം ഇന്നലെ വാങ്ങി തന്നതാണ്. നന്നായിട്ടുണ്ടോ? ആ, വളരെ നന്നായിട്ടുണ്ട്. എന്താണ് ഇതിന്റെ വില? 1000-ഓ 2000-ഓ ഉണ്ടാവും. 1000-ഓ 2000-ഓ? ഭഗവാനേ, എനിക്കിത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാവില്ല. മഠേ, ഇതത്ര വലിയ തുകയൊന്നുമല്ല. നീ വിവാഹം കഴിച്ചാൽ നിന്റെ ഭർത്താവും ഇതുപോലെയുള്ള സമ്മാനങ്ങൾ തരും. നെക്ലസിന്റെ വില കേട്ട് ലീല ആലോചിക്കാൻ തുടങ്ങി. ലീല മീനയുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. വഴിയിൽ മുഴുവനും ലീല ആ നെക്ലസിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്നെങ്കിലും എനിക്കും മീനയുടേതുപോലെ ഒരു നെക്ലസ് കിട്ടുമോ? അവൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ധനികനായ ഒരു വ്യാപാരിയെയാണ്. അയാൾ വിലമതിപ്പുള്ള ആഭരണങ്ങൾ അവൾക്ക് സമ്മാനമായി കൊടുക്കും. പക്ഷെ എന്റെ കാര്യമോ? ഞാൻ പാവപ്പെട്ട ഒരാളെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിലും ഞാൻ തന്നെ സ്വയം പണം ചേർത്ത് വെച്ച് അതുപോലെ ഒരു നെക്ലസ് വാങ്ങിയാലോ? പക്ഷെ എനിക്ക് പണം മിച്ചപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ലീല നടക്കുകയായിരുന്നു. അപ്പോൾ നത്തു എന്ന പാൽക്കാരൻ നദിയിൽ നിന്നും വെള്ളമെടുത്ത് പാലിൽ ഒഴിക്കുന്നത് അവൾ കണ്ടു. ഇയാൾ പരസ്യമായിട്ടാണല്ലോ വെള്ളം ചേർക്കുന്നത്. ഇയാൾക്കാണെങ്കിൽ 2 വീടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും പാലിൽ വെള്ളം ചേർത്ത് വിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ ചെയ്താൽ എനിക്ക് നിറയെ സമ്പാദിക്കാനാവും. അങ്ങനെ ചിന്തിച്ച് ലീല വളരെയധികം സന്തോഷിച്ചു. അടുത്ത ദിവസം എന്നത്തെയും പോലെ ലീല പാൽ കറന്നുകൊണ്ടിരുന്നു. എന്നിട്ട് അവൾ അതിന്റെ കൂടെ പകുതി വെള്ളവും ചേർത്തു. ആ പാലും കൊണ്ട് ലീല ഗ്രാമത്തിലേക്ക് ചെന്നു. എന്നിട്ട് ഗ്രാമത്തിലുള്ളവർക്കെല്ലാം പാല് വിതരണം ചെയ്തു. ഇപ്പോൾ അവളുടെ കയ്യിൽ ഇരട്ടി പണം കിട്ടി. കൊള്ളാമല്ലോ, ഇന്ന് എനിക്ക് എന്നത്തേക്കാൾ കൂടുതൽ പണം കിട്ടിയിരിക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് വേഗം നെക്ലസ് വാങ്ങാൻ സാധിക്കും. ലീല ദിവസവും പാലിൽ വെള്ളം ചേർത്തുകൊണ്ടിരുന്നു. എന്നിട്ട് അത് വിറ്റു. അവൾക്ക് സന്തോഷമായി. കാരണം അവളിപ്പോൾ നിറയെ പണം സമ്പാദിക്കുന്നുണ്ട്. ഒരു ദിവസം എന്താണുണ്ടായതെന്നാൽ ലീല നദിക്കരയിൽ ഇരുന്നു കൊണ്ട് താൻ സമ്പാദിച്ച പണം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. 201, 202, 203. കൊള്ളാമല്ലോ, എന്റെ അടുത്ത് 200-ലും അധികം നാണയങ്ങൾ ഉണ്ടല്ലോ. അതും ഒറ്റ മാസം കൊണ്ട്. അതിന്റെ അർത്ഥം ഇനി ഒരു 5 മാസം കൂടി കഴിഞ്ഞാൽ അതേ നെക്ലസ് എനിക്കും വാങ്ങിക്കാൻ സാധിക്കും. ലീല വളരെയധികം സന്തോഷിച്ചു. അവൾ നദിക്കരയിൽ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. ലീല നദിക്കരയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു കുരങ്ങച്ചൻ വന്നു. അത് ലീലയുടെ പണസഞ്ചി എടുത്തും കൊണ്ട് പോയി. ലീല കണ്ണു തുറന്നു. എന്റെ നാണയങ്ങൾ, എന്റെ പണസഞ്ചി എനിക്ക് താ. കുരങ്ങച്ചൻ ആ പണസഞ്ചി വെള്ളത്തിലേക്കിട്ടു. അത് കണ്ട് ലീല തേങ്ങി തേങ്ങി കരഞ്ഞു. എന്റെ പണസഞ്ചി, എന്റെ പണസഞ്ചി എനിക്ക് തിരിച്ചു തരൂ. എന്റെ പണസഞ്ചി എനിക്ക് തിരിച്ചു തരൂ. അപ്പോൾ അവിടെ ജലദേവൻ പ്രത്യക്ഷനായി. എന്തു പറ്റി ലീലേ? എന്റെ പണസഞ്ചി ഈ നദിയിലേക്ക് വീണു. നിന്റെ പണമോ? അതെ, ഞാൻ അധ്വാനിച്ച പണം. നീ സത്യത്തിൽ അധ്വാനിച്ചിട്ടുണ്ടോ? അത് ഞാൻ ആ നെക്ലസിന് വേണ്ടി
അത് നീ അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ല. അതുകൊണ്ട് അത് നിനക്ക് കിട്ടില്ല. നീ പാലിൽ വെള്ളം ചേർത്ത് മറ്റുള്ളവരെ വഞ്ചിച്ചാണ് പണം സമ്പാദിച്ചത്. അത് പാപത്തിന്റെ സമ്പാദ്യമാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് മാപ്പ് തന്നാലും ഇന്നു മുതൽ ഞാൻ ആരെയും കബളിപ്പിച്ച് പണം സമ്പാദിക്കില്ല. ലീലയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി. അവൾ ഒരു കാര്യം പഠിച്ചു. അത്യാർത്തി കൊണ്ട് സമ്പാദിക്കുന്ന പണം കൊണ്ട് ഒരു നല്ല കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്ന്. ദേവ്പൂർ ഗ്രാമത്തിൽ മായ എന്നും വീണ എന്നും പേരുള്ള 2 അയൽവാസികളുണ്ടായിരുന്നു. വീണയുടെ കുടുംബം വളരെ സന്തോഷമുള്ളതായിരുന്നു. അവളുടെ ഭർത്താവിന് നല്ല വരുമാനവും ഉണ്ടായിരുന്നു. പക്ഷെ മായ ഒരു വിധവയായിരുന്നു. അവളുടെ ഭർത്താവ് മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവൾ ഗ്രാമത്തിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അവളും അവളുടെ മകനും ജീവിച്ചു വന്നു. രവിയും രോഹനും എപ്പോഴും ഒന്നിച്ചായിരുന്നു കളിക്കുക. ഇവിടെ നോക്ക് രവി, ഞാൻ ബസാറിന് പോവുകയാണ്. ഇന്ന് എനിക്ക് എൻ്റെ അമ്മ ഐസ്ക്രീം വാങ്ങി തരും. സത്യമാണോ? ആ, ഞാൻ പുറപ്പെടുവാണ്. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ ചീത്ത പറയും. രോഹൻ അവിടെ നിന്നും പോയി. പക്ഷേ രവിയുടെ മനസ്സിൽ ഐസ്ക്രീം കഴിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. രവി ഒരിക്കലും ഐസ്ക്രീം കഴിച്ചിട്ടേയില്ല. മറ്റുള്ള കുട്ടികൾ കഴിക്കുന്നത് മാത്രം കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ രവി വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി. എന്തുപറ്റി? എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അമ്മേ, എനിക്ക് ഐസ്ക്രീം കഴിക്കേണ്ടിയിരുന്നു. രാഹുലിന്റെ അമ്മ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ബസാറിലേക്ക് പോവുമായിരുന്നു. മോനെ, നീ വളരെ നല്ല കുട്ടിയല്ലേ? ആ, അറിയാമേ. നമ്മളടുത്ത് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി കാശില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊരു കുഴപ്പമില്ല. ശരി, വിട്ടേക്ക്. കഴിക്കാൻ വേണ്ടി എന്ത് ഭക്ഷണമാണ് ഉള്ളത്? നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള ദാൽ ചാവൽ. നീ കഴിക്ക്. ഞാൻ ചെന്ന് ജോലി നോക്കട്ടെ മോനെ. ശരി അമ്മേ. മായയുടെ ചിന്ത മൊത്തം തന്റെ മകന്റെ വിഷമമുള്ള ഫേസിലായിരുന്നു. അവൾ നടന്നു പോകുന്ന വഴിയൊക്കെ മകനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചധികം കാശുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രവിക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കാമായിരുന്നു. പാവം, അവൻ എത്ര ആഗ്രഹിച്ചതാ. എന്റെ ദൈവമേ, എന്നെ ഒന്ന് സഹായിച്ചൂടെ? വൃക്ഷദേവൻ മായ പറഞ്ഞത് കേട്ടു. ഉടനെ അവിടെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. മകളെ, എനിക്ക് നിന്റെ കഷ്ടം എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ നിന്റെ മകന്റെ ആശ നിറവേറ്റാൻ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇതിന് എനിക്ക് നിന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റും. ദൈവമേ, നിങ്ങൾ എന്നെ സഹായിക്കുമോ? തീർച്ചയായും. എന്റെ മകന് തീർച്ചയായും ഐസ്ക്രീം കിട്ടുമെന്നാണോ? ഹാ, ഇതാ. വൃക്ഷദേവൻ മായയ്ക്ക് കുറച്ച് വിത്തുകൾ നൽകി. ഇത് എടുത്തിട്ട് നിന്റെ തോട്ടത്തിൽ പുതച്ചേക്ക്. അടുത്ത ദിവസം ഇതിൽ നിന്ന് എന്തൊക്കെ വരുന്നുണ്ടോ നിനക്കതിൽ ഐസ്ക്രീമിൽ വിതയും കിട്ടും. ഐസ്ക്രീമിന്റെ വിത്തുകളോ? ആ. മായ വൃക്ഷദേവന്റെ കയ്യിൽ നിന്നും ആശീർവാദം വാങ്ങി. എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. വീട്ടിനടുത്തായിട്ട് അവർക്കും ഒരു ചെറിയ നിലമുണ്ടായിരുന്നു. മായ മൊത്തം വിത്തുകളും ആ ചെറിയ നിലത്ത് വിതച്ചിട്ടു. അമ്മേ, ഇപ്പോഴെന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ഐസ്ക്രീം ചെടിയുടെ വിത്തുകൾ ഇടുകയാണ് മോനെ. ഐസ്ക്രീമിന്റെ വിത്തുകളോ? അതെ മോനെ, വൃക്ഷദേവൻ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് എനിക്കിത് നൽകിയതാണ്. ഇതിൽ ഐസ്ക്രീം തീർച്ചയായിട്ടും വരും അമ്മേ. അതെ. വാവ്, എന്നാൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാനും പറ്റും, പിന്നെ വിൽക്കാനും പറ്റുമല്ലേ? ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചേ ഇല്ലല്ലോ. നമ്മൾ ഒരുപാട് ഐസ്ക്രീം കൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റാൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടുമല്ലേ? പിന്നെ നമ്മൾ ഗ്രാമത്തിൽ ജോലി ചെയ്യേണ്ട ആവശ്യവും ഉണ്ടാകില്ല. ഹാ അമ്മേ, പിന്നെ നമ്മൾ വലിയ പൈസക്കാരനും ആവും. തീർച്ചയായും. ഇപ്പോൾ ഈ വിതകൾക്ക് നമുക്ക് വെള്ളമൊഴിക്കാം. ശരി അമ്മേ. ഇന്ന് നിങ്ങൾ ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല മോനെ, നാളെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഐസ്ക്രീം ചെടികൾ ഉണ്ടാകും. പിന്നെ എന്തിനു ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോകണം? അതും ശരിയാണ്. മായ എന്ത് കരുതിയെന്നാൽ അടുത്ത ദിവസം തന്നെ ഐസ്ക്രീമുകളൊക്കെ ഉണ്ടാകുമെന്ന്. അവൾ ഐസ്ക്രീമുകൾ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കാമെന്ന് കരുതി. അത് ആലോചിച്ചുകൊണ്ട് അവൾ അവളുടെ ജോലിക്ക് പോലും പോയില്ല. അവളുടെ മനസ്സിൽ പണത്തിനോട് അത്യാഗ്രഹം തോന്നി. രാത്രിയായപ്പോൾ അവൾക്ക് ഉറക്കം പോലും വന്നില്ല. അവൾ ഐസ്ക്രീമുകൾ വിറ്റാൽ എത്ര കാശ് കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ ഈ ഐസ്ക്രീമുകൾ എത്ര രൂപയ്ക്ക് വിൽക്കാം? എല്ലാ ഐസ്ക്രീമും ഒരേ ഫ്ലേവറിലായിരിക്കുമോ അല്ലെങ്കിൽ വേറെ വേറെ ഫ്ലേവറിലായിരിക്കുമോ? ഇതെല്ലാ ചിന്തകളും അവളുടെ തലയ്ക്കകത്ത് ഓടിക്കൊണ്ടേയിരുന്നു. നേരം വെളുത്തു. പിന്നെ സുബാവ് ഓടിച്ചെന്ന് അവളുടെ വയലിലേക്ക് നോക്കി. അവൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒന്നും വളർന്നില്ലായിരുന്നു. അല്ല, എന്താ ഇത്? വൃക്ഷദേവൻ ഇത് മാന്ത്രിക വിതകളെന്നല്ലേ പറഞ്ഞത്?
അതിൽ ഒറ്റ ദിവസം കൊണ്ട് ഐസ്ക്രീമുകൾ വരുമെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഒന്നും വന്നില്ലല്ലോ. മായ ആകെ കുഴപ്പത്തിലായി. രവിയും വീട്ടിന് പുറത്തു വന്നു. ഇപ്പോൾ അവന്റെ മുഖവും മാറിപ്പോയി. മായ രവിയുടെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു. അവരാ മരത്തിനടുത്തേക്ക് തിരിച്ചും ചെന്നു. ഋക്ഷദേവാ, ഋക്ഷദേവാ! ഋക്ഷദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്തു പറ്റി മകളെ? നീ എന്താ ഇത്ര വിഷമത്തോടെ ഇരിക്കുന്നത്? ഇന്നലെ നിങ്ങൾ മാന്ത്രിക ഐസ്ക്രീം വിത്തുകൾ എനിക്ക് നൽകിയല്ലോ. ഒരേ ദിവസത്തിൽ അവയെല്ലാം വളരുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ആ വിത്തുകൾ ഒന്നും തന്നെ വളർന്നില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? മോളെ, ഇന്നലെ നീ എന്താ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ആ വിത്തുകൾ എന്റെ ചെറിയ വയലിൽ കൊണ്ടുപോയി വിതച്ചു. പിന്നീട് അവയ്ക്ക് വെള്ളവും ഒഴിച്ചു. പിന്നെയും വന്നിട്ടില്ലേ? അതിശയായിട്ടുണ്ടല്ലോ. ഹായ്, ഇതാ പുതിയ വിത്തുകൾ. ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ഐസ്ക്രീം ചെടികൾ വരും. മായ ആ പുതിയ മാന്ത്രിക വിത്തുകൾ വാങ്ങി. എന്നിട്ട് വീണ്ടും അവൾ വീട്ടിലേക്ക് പോയി. വീണ്ടും ഒരു പ്രാവശ്യം അവൾ ആ വിത്തുകൾ വിതച്ചു. മുഴുവൻ വിത്തും വിതച്ചതിന് ശേഷം അവൾ അതിലേക്ക് വെള്ളമൊഴിച്ചു. പിന്നീട് അവൾ കാത്തിരിക്കാൻ തുടങ്ങി. അടുത്ത ദിവസവും അവിടെ ഒരു ചെടിയും ഇല്ലായിരുന്നു. ഈ ദിവസം അവൾക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആ ദേഷ്യത്തോടെ അവൾ ഋക്ഷദേവനെ കാണാനായി ചെന്നു. അവിടെ ചെന്നതും അവൾ കരയാൻ തുടങ്ങി. ഋക്ഷദേവ, ഈ പാവപ്പെട്ടവളെ നിങ്ങൾ വീണ്ടും ഇത്ര കഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. മകളെ, ഞാൻ നിന്റെ അടുത്ത് ഒരു കളിയും കളിക്കുന്നില്ല. ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ആ മായ വിത്തുകൾ തന്നിരിക്കുന്നത്. കാരണം നിന്റെ മകന് നീ ഐസ്ക്രീം തരണമെന്ന് വിചാരിച്ചു. നിങ്ങൾ എനിക്ക് തന്ന ആ വിത്തുകൾ കാരണം ഞാൻ എത്ര സ്വപ്നങ്ങളാണ് കണ്ടതെന്ന് അറിയാമോ? ഒരു പ്രാവശ്യം ആ ഐസ്ക്രീം ചെടികൾ വളർന്നാൽ ഐസ്ക്രീം വിറ്റ് ഞാൻ കാശ് ഉണ്ടാക്കാമെന്ന് കരുതി, പണക്കാരനാകാമെന്ന് കരുതി, മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് ജോലി ചെയ്യേണ്ട ആവശ്യവും വരില്ല എന്ന് കരുതി. ഇതാണ് നീ ചെയ്ത തെറ്റ് മകളെ. എന്താ പറയുന്നേ? അതെന്താണെന്ന് വെച്ചാൽ, ഈ വിത്തുകൾ ഞാൻ തന്നിരിക്കുന്നത് നിന്റെ മകന്റെ ആശ തീർക്കാൻ വേണ്ടിയാണ് തന്നത്. പക്ഷെ നിന്റെ മനസ്സിൽ അത്യാഗ്രഹം വന്നു. ഈ ഐസ്ക്രീം വെച്ചിട്ട് നീ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ മായ വിത്തുകൾ ജോലി ചെയ്യാത്തത്. ഒരു പക്ഷെ നിന്റെ സ്വപ്നങ്ങളൊക്കെ നിന്റെ മകന്റെ ആശ നിറവേറ്റാൻ വേണ്ടി നീ കാണുവാണെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും ഐസ്ക്രീം അവിടെ വരും. മായയ്ക്ക് അവളുടെ തെറ്റ് മനസ്സിലായി. ദേവൻ വീണ്ടും അവർക്ക് കുറച്ച് മാന്ത്രിക വിത്തുകൾ നൽകി. ഈ പ്രാവശ്യം നിന്റെ മകന്റെ ആശ നിറവേറ്റാൻ വേണ്ടി മാത്രം വിചാരിക്കൂ. നിന്റെ അത്യാഗ്രഹമൊക്കെ മാറ്റിവെക്കൂ മകളെ. മായ ആ വിത്തുകളും കൊണ്ട് വന്നു. ഇന്നും ആ വിത്തുകൾ ഇട്ടു. പക്ഷെ ഇന്ന് അവളുടെ മനസ്സിൽ ഒരാഗ്രഹവും തോന്നിയില്ല. ഇന്ന് അവൾ തന്റെ മകൻ ഐസ്ക്രീം കഴിച്ചാൽ മാത്രം മതി എന്നാണ് കരുതിയത്. അടുത്ത ദിവസം രാവിലെ രവി വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൻ അത് കണ്ട് ആശ്ചര്യത്തിലായി പോയി. അമ്മേ, അമ്മേ, ഐസ്ക്രീം വന്നിട്ടുണ്ട്. മായയും എണീറ്റ് വീട്ടിന് പുറത്തേക്ക് വന്നു. അവൾ വന്നു നോക്കിയപ്പോൾ ഒന്നല്ല, ഒരുപാട് ഐസ്ക്രീമുകൾ വളർന്നു നിന്നു. പിന്നെ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ ഈ ഐസ്ക്രീമുകൾ കണ്ട് ആഗ്രഹിച്ചു നിന്നു. ഇവിടെ നോക്കൂ കുട്ടികളെ, നിങ്ങൾ ഐസ്ക്രീം എടുത്ത് കഴിച്ചോളൂ. ആ പാവപ്പെട്ട കുട്ടികളും രവിയും ഐസ്ക്രീം പറിച്ചു. പിന്നീട് കഴിക്കാൻ തുടങ്ങി. എല്ലാവരുടെ മുഖത്തിലുമുള്ള ആ സന്തോഷം കണ്ടിട്ട് മായയ്ക്കും അവളുടെ തെറ്റ് മനസ്സിലായി. ഐസ്ക്രീം വിറ്റിരുന്നെങ്കിൽ എനിക്ക് കാശ് കിട്ടുമായിരുന്നു, പക്ഷെ ഈ സന്തോഷം കിട്ടില്ലായിരുന്നു. നന്ദിയുണ്ട് വൃക്ഷദേവ. ഈ ഐസ്ക്രീം നൽകിയതിനു വേണ്ടിയും കാശല്ല എപ്പോഴും മുഖ്യമെന്ന് എനിക്ക് മനസ്സിലാക്കിയതിനു വേണ്ടിയും അത്യാഗ്രഹിയാക്കാതെ എന്നെ രക്ഷിച്ചിരിക്കുന്നു. മായയും ഒരു ഐസ്ക്രീം പറിച്ചെടുത്തു. എന്നിട്ട് എല്ലാരും കൂടെ സന്തോഷത്തോടെ ഐസ്ക്രീം കഴിച്ചു. പിന്നീട് അവർ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഐസ്ക്രീം നൽകി. കഠിനമായ വേനൽക്കാലത്ത് ഫ്രീ ആയിട്ട് കിട്ടിയ ഈ ഐസ്ക്രീം എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകി. മായ വീണ്ടും തന്റെ ജോലിക്കായി പുറപ്പെട്ടു. ഇപ്പോഴും അവൾ വളരെ പാവമാണ്. പക്ഷേ മനസ്സുകൊണ്ട് അവൾ ഒരുപാട് ധനികയാണ്. അവൾ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു.